ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 20, പേജ് നമ്പർ 500. ത്രൈവിദ്യാ മാം സോമപഃ പൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. പദാനുപദം. ത്രൈവിദ്യാഃ 3 വേദങ്ങളും അറിയുന്നവർ. യജ്ഞൈഃ യജ്ഞങ്ങളെ കൊണ്ട്, മാം എന്നെ, ഇഷ്ട്വാ യജിച്ചിട്ട്, സോമപാഃ സോമരസം കുടിക്കുന്നവരായി, പൂതപാപാഃ പാപരഹിതമായിട്ട്, സ്വർഗതിം സ്വർഗഗതിയെ, പ്രാർത്ഥയന്തേ പ്രാർത്ഥിക്കുന്നു, തേ അവർ, പുണ്യം പുണ്യമായ പുണ്യഫലരൂപമായ, സുരേന്ദ്രലോകം സുരേന്ദ്രലോകത്തെ, ആസാദ്യ പ്രാപിച്ചിട്ട്, ദിവി സ്വർഗത്തിൽ, ദിവ്യാൻ ദിവ്യങ്ങളായ, ദേവഭോഗാൻ ദേവഭോഗങ്ങളെ, അസ്നന്തി അനുഭവിക്കുന്നു. വിവർത്തനം. സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യസുഖങ്ങളെ അനുഭവിക്കുന്നു. ഭാവാർത്ഥം. ത്രൈവിദ്യ എന്ന വാക്ക് 3 വേദങ്ങളെ സാമം, യജുസ്, ഋക്ക് കുറിക്കുന്നു. ഈ 3 വേദങ്ങളും പഠിച്ച ബ്രാഹ്മണനെ ത്രിവേദി എന്ന് പറയും. ഈ വേദങ്ങളിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തിൽ അത്യന്തം താത്പര്യമുള്ള ഒരാൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നു. നിർഭാഗ്യവശാൽ വേദപഠനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്തെന്നറിയാത്ത ധാരാളം മഹാപണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ ത്രിവേദികളുടെ അന്തിമ ലക്ഷ്യം താനാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥ ത്രിവേദികൾ കൃഷ്ണന്റെ ചരണകമലങ്ങളെ ആശ്രയിച്ച് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ശുദ്ധ ഭക്തി സേവനത്തിലേർപ്പെടും. ഈ ഭക്തിയുത സേവനക്രിയ
ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണത്തോടും ഒപ്പം തന്നെ കൃഷ്ണന്റെ സത്യമറിയാനുള്ള യത്നത്തോടും കൂടി ആരംഭിക്കുന്നു. ഔദ്യോഗികമായി മാത്രം വേദാധ്യയനം ചെയ്യുന്നവർ നിർഭാഗ്യവശാൽ ഇന്ദ്രനും ചന്ദ്രനും പോലുള്ള വിവിധ ദേവതകൾക്കായി യജ്ഞാഹൂതി ചെയ്യുന്നതിലാണ് കൂടുതൽ താത്പര്യം കാണിക്കുന്നത്. ഇപ്രകാരമുള്ള യജ്ഞാദികളാൽ പ്രകൃതിയുടെ അധമഗുണങ്ങളാലുണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടി പരിശുദ്ധരായ ഈ ദേവാരാധകർ മഹർലോകം, ജനോലോകം, തപർലോകം മുതലായ ഉയർന്ന ഗ്രഹവ്യൂഹങ്ങളിലേക്കുയർത്തപ്പെടുന്നു. അത്തരം ഉന്നത ഗ്രഹവ്യൂഹങ്ങളിൽ എത്തിച്ചേർന്നവർക്ക് ഭൂമിയിൽ ലഭിക്കാവുന്നവയേക്കാൾ അനേകായിരം മടങ്ങ് വൈശിഷ്ട്യമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ.